അയ്യോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞാനിങ്ങനെ വീഡിയോ ആയിട്ട് വരുന്നത്. ഇന്ന് ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത നവംബർ 4-ാം തീയതിയാണ് കേട്ടോ. മോസ്റ്റ് അവൈറ്റഡ് ആൻഡ് ഹാപ്പിയസ്റ്റ് ഡേ ആണ് ഞങ്ങളെ സംബന്ധിച്ച് കേട്ടോ. കാരണം എസ്തറിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇന്ന് ഓഫ് ആയതുകൊണ്ട് ഇന്നെന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒന്നിച്ച് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഡ്യൂട്ടിയുള്ള സമയത്ത് ഞാൻ ഡ്യൂട്ടിക്ക് പോകും, പിന്നെ അച്ചാച്ചൻ ഡ്യൂട്ടിക്ക് പോകും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പൊന്നും ലഞ്ച് കഴിപ്പ് അങ്ങനെയൊന്നും നമുക്ക് ഒന്നിച്ച് കിട്ടാറില്ലല്ലോ. വല്ലപ്പോഴും ഇങ്ങനെ ഒന്നിച്ച് ഓഫ് കിട്ടുമ്പോഴാണ് ഇതൊക്കെ നടക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് അടുത്തുള്ളൊരു തമിഴ് സ്റ്റൈലുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് വന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്, ഞങ്ങളുടെ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എഗ് ദോശയാണ് ഓർഡർ ചെയ്തത്, അച്ചാച്ചൻ സാദാ ദോശയും. പിന്നെ എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമുണ്ട്, ചായ. ഞാൻ മിക്കവാറും വിചാരിക്കും ഇങ്ങനെ വണ്ണമൊക്കെ കൂടി വരുമ്പം ചായ കുടിയൊക്കെ നിർത്തണമെന്ന്. പക്ഷേ ചായ കുടി എനിക്കറിയില്ല കേട്ടോ, അത് എനിക്ക് പറ്റുന്നില്ല അത് നിർത്താനായിട്ട്. അപ്പോൾ ഈ കടയിലാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നത്. ഇന്ന് കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. കാരണം കുഞ്ഞിൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ഇന്ന് അടുക്കളയ്ക്ക് നമ്മൾ ഓഫ് കൊടുത്തേക്കുവാണ്. അപ്പോൾ ഇന്ന് പള്ളിയിൽ പോകണം, പിന്നെ പ്രണവ് മോഹൻലാലിൻ്റെ ഫിലിം കാണാൻ പോകണം, പിന്നെ പുറത്തുനിന്ന് ഫുഡ് ഒന്നീ വാങ്ങിക്കുക അല്ലെങ്കിൽ ഫുഡ് അവിടെ നിന്ന് കഴിച്ചിട്ട് വരാമെന്നൊക്കെയാണ് പ്ലാൻ. എന്തൊക്കെയാവുമെന്നൊന്നും അറിയത്തില്ല. പിന്നെ ദുബായ് ഫ്രെയിം നമ്മുടെ അവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ നമ്മൾ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടുപേർക്കും ഒന്നിച്ച് ഓഫ് കിട്ടിയത് പ്രമാണിച്ച് പള്ളിയിൽ പോകുന്നുണ്ട് കേട്ടോ. അതുമാത്രമല്ല നമ്മുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണല്ലോ. അപ്പം നമ്മളവിടെ പോയിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മൈൻഡിൽ കിട്ടുന്നൊരു സമാധാനം അതെവിടെ പോയാലും കിട്ടത്തില്ല. കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യം, ദൈവത്തിൻ്റെ കൃപയില്ലാതെ അല്ലെങ്കിൽ ദൈവം നമുക്ക് തരാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റത്തില്ല. ദൈവത്തിൻ്റെ കൃപ എല്ലാ കാര്യത്തിനും, അത് ഏതൊരു ചെറിയ കാര്യമാണെങ്കിലും അതിന് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക കൃപയും കരുണയും എപ്പോഴും ഉണ്ടാവണം. എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. കാരണം നമുക്ക് നമ്മുടെ ഇല്ലായ്മയിൽ മാത്രം നമ്മൾ ദൈവത്തെ ഓർത്തിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ദൈവം തരുന്നതിൽ സന്തോഷമായിട്ട് ദൈവത്തോട് നന്ദി പറയുക. ഇല്ലയോ നമുക്ക് നമ്മുടെ കുറവുകളൊക്കെ മാറ്റി നല്ലൊരു ജീവിതം തരാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക അല്ലേ. അപ്പോൾ നമ്മൾ പള്ളിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. സെൻറ്റ് മേരീസ് സൂത്മേത്ത ചർച്ചിലാണ് നമ്മളെപ്പോഴും പോകുന്ന വഴിക്കൊരു ഫ്ലവറൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇച്ചുപ്പയുടെ വയസ്സിപ്പോൾ 6 വയസ്സായി കേട്ടോ. ദൈവം സഹായിച്ച് എത്ര പെട്ടെന്നാണല്ലേ ദിവസവും വർഷങ്ങളൊക്കെ പോകുന്നത്. ഞങ്ങളിങ്ങനെ വെറുതെ ഇരിക്കുമ്പം കുഞ്ഞിലത്തെ ഫോട്ടോസും അവിടെ വീഡിയോസൊക്കെ ഇരുന്ന് കണ്ടിങ്ങനെ പറയാറുണ്ട് കേട്ടോ. കുഞ്ഞ് 6 വയസ്സായി കേട്ടോ. ദൈവം സഹായിച്ച് ഇതുവരെ അവളെ ദൈവം കരുതിയതിനെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയുന്നു. ഇനിയും എല്ലാ അനുഗ്രഹങ്ങളും കുഞ്ഞിന് ദൈവമേ കൊടുക്കണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് കേട്ടോ. അപ്പം മാതാവിൻ്റെ അടുത്ത് വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ശരിക്കും പറഞ്ഞാൽ ദൈവം തന്നതല്ലാതെ ഒന്നും ജീവിതത്തിലില്ല അല്ലേ. എൻ്റെ ഒരു വിശ്വാസമാണ് അതൊക്കെ കേട്ടോ. കാരണം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ നേടിയെടുക്കുന്നതാണ് ഈ ദൈവത്തോടുള്ള വിശ്വാസം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നതാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ പല സമയം എന്നല്ല, എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ ഒരു കൃപ എപ്പോഴും നമുക്ക്, എസ്പെഷ്യലി എനിക്കത് തോന്നാറുണ്ട് കേട്ടോ, ദൈവം നമ്മളെ കരുതുന്ന വിധം. കാരണം ചില സമയത്തൊക്കെ ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനില്ലെന്ന് വിചാരിക്കും, ദൈവം ആരെങ്കിലുമൊക്കെ കരുതിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ പള്ളിയിൽ നിന്ന് ബുർജുമാലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ബുർജുമാലിലാണ് ഫിലിം കാണാനായിട്ട് പോകുന്നത്. രാവിലെ കഴിച്ചതല്ലാതെ ഉച്ചയ്ക്ക് ഞങ്ങളൊന്നും കഴിച്ചില്ലായിരുന്നു. കാരണം അന്നേരം വിശപ്പില്ലായിരുന്നു. അച്ചാച്ചനാണെങ്കിൽ അപ്പോൾ ഭയങ്കര വിശപ്പ്. ഫിലിം കാണുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒന്ന് നമുക്ക് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ചെന്ന് പെട്ടത് ചാറ്റൊക്കെ കൊടുക്കുന്ന ഒരു കടയിലായിരുന്നു കേട്ടോ. അപ്പം ഈ സാധനം ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. അത് കഴിച്ചിട്ട് ഞങ്ങൾ സ്പീഡിൽ പോവാണ് ബുർജുമാലിലോട്ട്. ഫിലിമിന് 5 മണിക്കാണ്, 5:05 പിന്നെ 10 മിനിറ്റ് പരസ്യമായതുകൊണ്ട് കുറച്ച് താമസിച്ചാലും കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞങ്ങൾ വീഡിയോ എടുത്തപ്പോൾ യാദൃച്ഛികമായിട്ട് ഇവരെ കണ്ടതാണ് കേട്ടോ. കുറച്ച് പ്രായമുള്ള ആൾക്കാരാണെങ്കിൽ അവരെ കണ്ടപ്പം ഞാൻ അച്ഛനോട് പറയാമായിരുന്നു, നോക്കുക ഇത്രയും വയസ്സായിട്ട് അവർ ഒന്നിച്ച് ഓരോരുത്തരത്ത് പോകുന്ന കണ്ടോ, അതുപോലെ ആവാൻ നമ്മളെയും ദൈവം സഹായിക്കട്ടെ എന്നല്ലേ. ഈ സ്നേഹം കരുതലെന്നൊക്കെ പറയുന്നത് അത് കുറച്ച് കാലത്തേക്കുള്ളതല്ലല്ലോ, ജീവിതാവസാനം വരെ ഉള്ളതല്ലേ. അപ്പോൾ അത് ഞാനിങ്ങനെ പറയുമായിരുന്നു അച്ചാച്ചനോട്. അപ്പോൾ ഈ കാണാൻ പോകുന്ന ഫിലിം എന്തോ പ്രേതത്തിൻ്റെ സിനിമയാണെന്നൊക്കെയാണ് അച്ചാച്ചൻ പറഞ്ഞത് കേട്ടോ. അച്ചാച്ചൻ ഓൾറെഡി ഒരു വട്ടം കണ്ടതാണ്. ഞാനാണെങ്കിൽ പേടിച്ചു ദൂരെയാണ്. ഞാൻ പേടിക്കോ ഇല്ലയോ എന്നൊക്കെ ഫിലിം കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ പറയാവേ. അങ്ങനെ പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ലായിരുന്നു. കാരണം നമ്മൾ പോയത് 5 മണിക്കത്തെ ഷോയ്ക്കല്ലേ. എൻ്റെ ദൈവമേ,
പേടിച്ച് ഞാൻ പണ്ടാരമടങ്ങി കേട്ടോ. ആദ്യം മുതലേ പ്രേതമായിരുന്നു. ഞാൻ ശരിക്കും പേടിച്ചു കേട്ടോ. എനിക്കറിയത്തില്ല. അച്ചാച്ചനപ്പം എന്നോട് പറഞ്ഞു, അച്ചാച്ചൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നത് രാത്രിയാണല്ലോ, അതുവരെ നീ തന്നെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ശരിക്കും പേടിച്ചു കേട്ടോ. അപ്പോൾ ഇവിടുന്നാണ് നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തത് കേട്ടോ. ഇവിടുത്തെ ഒരു തമിഴ് സ്റ്റൈൽ ബിരിയാണിയാണ്. അപ്പോഴും ഞാനൊരു ചായ കുടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ നമ്മൾ പാഴ്സലാണ് മേടിച്ചത് കേട്ടോ. അങ്ങനെ പാഴ്സലൊക്കെ മേടിച്ചിട്ട് ഞാൻ വീട്ടിലോട്ട് പോവുകയാണേ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ. എൻ്റെ ലൈഫിലെ ഏറ്റവും നല്ലൊരു ഡേ. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാപ്ചർ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. നാളെ ഒന്ന് കാണണമെന്ന് തോന്നുമ്പോഴും നമുക്ക് കാണാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു. ലവ് യു ഓൾ. ബൈ ബൈ.